തൃശൂരിൽ ആത്മഹത്യാ ഭീഷണിയുമായി യുവാവ്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാണ് ഭീഷണി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇയാളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി സാനു കെ സജീവ് ഉണ്ട് തൃശൂരിൽ നിന്ന്. സാനു, എന്തിനാണ് ഈ യുവാവ് കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്? ഇപ്പോൾ ഇയാളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളമായി? ദൃശ്യ ഇപ്പോഴും ഇയാളെ സുരക്ഷിതമായിട്ട് താഴേക്ക് ഇറക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒപ്പം ഫയർഫോഴ്സ് ഭാഗത്തുനിന്നും തുടരുകയാണ്. പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉള്ള ഇരുനില കെട്ടിടത്തിന് മുകളിലാണ് ഈ യുവാവ് കയറി നിൽക്കുന്നത്. ഓടുകളടക്കം, അതായത് ഈ അനുനയിപ്പിച്ച് താഴേക്ക് ഇറക്കാൻ, ഈ യുവാവിനെ താഴേക്ക് സുരക്ഷിതമായിട്ട് ഇറക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ ഓടും അടക്കം എടുത്തെറിയുന്ന ഒരു നിലയിലേക്ക് യുവാവ് മാറിയിരിക്കുകയാണ്. അതായത് 24 വയസ്സുള്ള ഒരു 30 വയസ്സുള്ള സുമാർ എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ കയറി ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 11:30 മുതൽ, അതായത് 11:30 കൂടിയാണ് ഇദ്ദേഹം ഈ കെട്ടിടത്തിന് മുകളിലേക്ക് കയറുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കെട്ടിടത്തിലും സമീപ പ്രദേശങ്ങളിലുള്ളവരാണ് ഇത് ആദ്യം കാണുന്നത്. തുടർന്ന് ഇവർ പോലീസിലും ഒപ്പം തന്നെ ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മുകളിൽ ഇദ്ദേഹത്തെ കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് താഴേക്ക് ഇറക്കാൻ വേണ്ടി ഈ കയറും മറ്റ് സംവിധാനങ്ങളുമായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുകളിലുണ്ട്. അതേപോലെ തന്നെ ഇരുഭാഗങ്ങളിലും ഈ യുവാവ് താഴേക്ക് ചാടാൻ വേണ്ടി നിൽക്കുന്നതിന് ഇരുഭാഗങ്ങളിലും ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും ഉദ്യോഗസ്ഥർ നിലനിൽപ്പുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം ചാടാനായിട്ടൊരു ശ്രമം നടത്തിയാൽ ഉടനടി പിടിച്ച് സുരക്ഷിതമായിട്ട് താഴേക്ക് ഇറക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ ഇരുഭാഗങ്ങളിലും ഒപ്പം തന്നെ താഴേക്ക് ഏതെങ്കിലും വിധത്തിൽ വീണാൽ സുരക്ഷിതമായിട്ട് തന്നെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും ഭാഗത്ത് നിന്ന് തുടർന്നു വരികയാണ്. കഴിഞ്ഞ 11:30 മുതൽ ഇദ്ദേഹം ഈ നില തുടരുകയാണ്. ഒപ്പം തന്നെ പോലീസിന്റെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന് നേരെ തുടർച്ചയായിട്ട് ഓടുകളും മറ്റു വസ്തുക്കളും ഒക്കെ താഴേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്തായാലും ഈ അനുനയിപ്പിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ താഴെ നിന്ന് പോലീസിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടരുകയാണ്. ദൃശ്യ ഇപ്പോൾ തൃശൂരിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇരുനില കെട്ടിടത്തിന് മുകളിലാണ് യുവാവ് കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. അനുനയിപ്പിക്കാനെത്തിയ പോലീസിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും നേരെ യുവാവ് ഇഷ്ടികയും അതുപോലെ ഓട് കഷ്ണങ്ങളും കൊണ്ട് എറിയുന്നുണ്ട്. ഇതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇയാളെ അനുനയിപ്പിച്ച് അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ഇനിയുള്ള ദൗത്യം. ഇതിനായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ ഈ യുവാവിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. ഇപ്പോൾ തൃശൂരിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ ഇപ്പോൾ ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് വലയിട്ട് പിടികൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 മണിക്കൂറായി KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇരുനില കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാണ് യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, എങ്ങനെയാണ് ഇപ്പോൾ ഈ യുവാവിനെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് പിടികൂടിയത്? യുവാവിനെ പോലീസും ഫയർഫോഴ്സും സുരക്ഷിതമായിട്ട് ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. അതായത് ഈ യുവാവ് 2 ഭാഗങ്ങളിലേക്കും, അതായത് ഈ കെട്ടിടത്തിന്റെ പിൻഭാഗത്തായിരുന്നു നിന്നിരുന്നത്. അവിടുന്ന് ഈ മുൻഭാഗത്തേക്ക് വരുന്നതിനിടയിൽ ഈ കെട്ടിടത്തിന്റെ 2ാമത്തെ നിലയിൽ 2 ഭാഗങ്ങളിലായിട്ട് നിലയുറപ്പിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഒപ്പം തന്നെ മുകളിലത്തെ നിലയിലും, അതായത് ഈ ബഹുനില കെട്ടിടത്തിന് മുകളിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഈ വല ഉപയോഗിച്ച്, ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കയറുകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള വല ഉപയോഗിച്ച് യുവാവിന് മുകളിലേക്ക് ഇടുകയും തുടർന്ന് പൊടുന്നനെ 2 ഭാഗങ്ങളിൽ നിർത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ യുവാവിനെ പിടിക്കുകയുമായിരുന്നു. ഇപ്പോൾ ആ യുവാവിനെ സുരക്ഷിതമായിട്ട് ഏണിയിലൂടെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് തുടരുന്നത്. ഇപ്പൊ പൂർണ്ണമായിട്ടും അതായത് അല്പം മുമ്പ് വളരെ ജനങ്ങൾക്ക് നേരെ ഓടും മറ്റ് വസ്തുക്കളും ഒക്കെ എടുത്തെറിഞ്ഞ് രോഷാകുലരായിരുന്ന യുവാവ് വളരെ സംയമനത്തോടുകൂടി ഉദ്യോഗസ്ഥർക്കൊപ്പം നിൽക്കുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്. തനിക്ക് 4 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്തായാലും ഇപ്പം സുരക്ഷിതമായിട്ട് ഈ യുവാവിനെ പിടികൂടിയിരിക്കുകയാണ്. തുടർന്ന് താഴേക്ക് ഇറക്കുന്നതിന് സാനു കെ സജീവാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ ഇരുനില കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെയാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് വലയിട്ട് പിടികൂടിയത്.